എനിക്ക് പറ്റില്ല. ഞങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് നടക്കാൻ വന്നതാണ്. വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ ഇതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നടന്ന് കാണാൻ വിചാരിച്ചു. ഇവിടെ ഫുൾ കുറേ ഫാമൊക്കെയാണ് കേട്ടോ. പിന്നെ കുറേ വീടുകളൊക്കെ കുറച്ച് തമിഴ്നാട് സ്റ്റൈലാണ്. ഇവർ പറയുന്നത് അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ് ഇവിടെ ഇപ്പോൾ സെറ്റിലായി ഇവിടെ താമസിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഒരു തോട്ടത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറി, ഞാൻ കാണിച്ചു തരാം. ഒക്കെ സ്ട്രോബെറി ആണല്ലേ? ആ, അതാ അവിടെയും ഇവിടെയൊക്കെ ചുമപ്പ് കാണാനുണ്ട്. ഈ വെള്ളപ്പൂ സ്ട്രോബെറിന്റെ അല്ലേ? ഇറിഗേഷൻ നമ്മൾ നനയും. സ്ട്രോബെറി 2 ദിവസം കഴിഞ്ഞ് മതിയോ? പോകുമ്പോ ഞങ്ങൾ മേടിച്ചിട്ട് പോവാം. ഒരു കുഞ്ഞി സ്ട്രോബെറി തന്നതാ. ഇതാണ് ഇതിന്റെ കുരു. ഈ കുരു മാത്രം മാറ്റിട്ട് ഇങ്ങനെ എടുത്തിട്ട് അതൊക്കെ തൊണ്ടി പഞ്ചസാരയൊക്കെ ഇട്ട് കളിക്കാം. അതെന്താ പറഞ്ഞേ? ലെറ്റ്യൂസ് ആണല്ലേ? ചൈനീസ് കേബേജ്. നമ്മളിവിടെയുള്ള ബ്ലാക്ക്ബെറി തോട്ടത്തിലാണ് കേട്ടുള്ളത്. ഇപ്പോൾ ചുമ്മാ നടക്കാൻ വേണ്ടി വന്നതാ. നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അടുത്താണ്. നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയ സമയത്ത് അവിടെയുള്ള ഒരു ചേട്ടൻ നമ്മളെ കൂട്ടി കൊണ്ടുവന്ന. അതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ? വെള്ളപ്പൂ മുള്ളുണ്ടെന്ന് തോന്നുന്നു. നോക്കി നോക്കൂ ഫ്ലവറിൻ്റെ താഴെ. ഫ്ലവറിൻ്റെ താഴെ മാത്രമല്ല, ഇതിൻ്റെ ഫുള്ള് നോക്കി നോക്കൂ. നല്ല മുള്ളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇല്ല. ഹൈറ്റിൽ കാണിച്ചൊക്കെ എത്രയാ അവിടെ. നല്ല മീനാണ്. അപ്പൂപ്പൻ താടീൻ്റെ ചെടി അതാണോ? ഉണ്ടോ? ഇതാ അതിന്ന് നിറയെ തൂങ്ങി നിൽക്കണു, ബലൂൺ പോലെ. ഇതിലാണ് അപ്പൂപ്പൻ താടി ഉണ്ടാവണേ. രണ്ട് സൈഡിലേക്ക് ഇവിടെ അങ്ങോട്ട് വേറെയും തോന്നുന്നു. വേറെ ഈ ചെടിയല്ലേ നമ്മുടെ വീടിന്റെ മുന്നിലൊക്കെ ഉള്ള? എന്താന്നാ പറഞ്ഞ? ഗ്രീൻ പീസ് പറഞ്ഞ. നോക്കൂ ആ സൈഡിക്കൊക്കെ. പഴുപ്പല്ലേ? പാറകളൊക്കെ അതിൽ പായൽ പിടിച്ചിട്ട് ആ പായൽ ഉണങ്ങിപ്പോയിന്ന് തോന്നുന്നു. ഈ സൈഡിൽ എന്തോ നട്ട് തുടങ്ങിയിട്ടുള്ളൂ. എന്തൊരു നല്ല കളറാ. ഉള്ളി ആയി തുടങ്ങുന്നല്ലേ? ക്യാബേജ്. ഇതൊക്കെ ക്യാബേജാ. കുറച്ച് പൂക്കളൊക്കെയാണ് ഇവിടെ. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പണ്ട്. ഓ, ഇത് നമ്മൾ ഓണത്തിനിടാൻ വാങ്ങിയിരുന്നു കുറെ. ജമന്തി അല്ലേ ഇത്? ജമന്തി. ഓ, ഇതിൻ്റെ അടിയിൽ നോക്കൂ.
സ്ട്രോബെറി. ഇവിടെയൊക്കെ എന്തോ നടാൻ വേണ്ടി തുടങ്ങണേ ഉള്ളൂ. ഈ സൈഡാണ് ഫുൾ ക്യാബേജ്, ക്യാരറ്റ്, സൺഫ്ലവർ. ആ ഷോ, ഇവിടെ നല്ല ഭംഗിയുള്ളൊരു പൂവുണ്ട്. ഇവിടെ നിങ്ങളുടെ സൺഫ്ലവർ ഞാൻ ബാക്ക് ക്യാമിൽ കാണിക്കാം. ഏത് വഴിയാ പോണ്ടേ? നമ്മള് സംഭവം ഇതില് വഴിയില്ല, പക്ഷെ അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് സൂക്ഷിക്കണം. നമുക്ക് കയറാം. ഓ, ഇത് ഫുള്ള് പേരക്ക. അതെ, പേരൊക്കെ നോക്കൂ, കയ്യെത്തുന്നോട് തന്നെ എത്ര നിലം തട്ടി കിടക്കണു. ഇതല്ലേ മറ്റേ ബ്രീഡ് ഇതാണോ? അല്ലല്ലോ, അപ്പുറത്തല്ലേ. എല്ലാം പഴുത്തതാ. ഇതുപോലെ പേരക്ക പറിച്ച് കഴിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ നാരങ്ങ ഉണ്ട് വീട്ടില്. നാരങ്ങ അങ്ങനെ പറിച്ച് നമ്മള് ലൈമൊക്കെ ഉണ്ടാക്കാറുണ്ട്. നോക്കിട്ട് പറിക്കുന്നേ. ഇത് കുറച്ച് പഴുപ്പ് ജാസ്തിയാ. കളയാലേ? ഞങ്ങൾ ഇവിടുന്ന് നല്ല ഫ്രഷ് പേരക്ക അങ്ങനെ പറിച്ചു. അടിപൊളി. ഉള്ളിൽ നല്ല റെഡ് കളറായിരുന്നു. ഒരു തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. പീച്ചല്ലേ ചേട്ടാ അത്? ഓ, കളറ് നോക്കൂ. പീച്ചസ് ആണ്. വലിപ്പില്ല, മുത്തങ്ങയുടെ ഷേപ്പ് പോലെ. നമ്മൾ വന്ന വഴി നമ്മൾ രാവിലെ ട്രക്കിങ്ങിന് ടവർ കാണുന്ന സൈഡിലൊക്കെ പോയിരുന്നു. നല്ല ഭംഗിയുള്ള പൂ. ക്യാരറ്റ്. സോളാറൊക്കെ വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി ജാമ. അല്ല, ഇത് തന്നെ എടുക്കാൻ കുറേ ഉണ്ട്. ഇതിൽ സ്ട്രോബെറിൻ്റെ ഇതൊക്കെ അങ്ങനെ കാണാനുണ്ടല്ലേ? സ്ട്രോബെറി വൈന. ജാമ വാങ്ങിക്കാം. ഞാൻ പറഞ്ഞില്ലേ രാവിലെ കുടിച്ചതിന് ഇതൊന്നും വ്യത്യാസം ഉണ്ടാക്കി. മറ്റേ ഫാമിന്ന് കുടിച്ചത് എനിക്ക് അടുപ്പിക്കാനേ പറ്റില്ല. ഇവളിങ്ങനെ കൂളായിട്ട് കുടിച്ചു. അപ്പോഴേ ഞാൻ പറഞ്ഞത് മുഖത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. അതാണ് ശരിക്കുള്ള അത് സ്ട്രോബെറി ജ്യൂസ് പോലെ ഉണ്ടായിരുന്നു. 40-50 ദിവസം കൂടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. മധുരം അധികം ഇട്ടിട്ടില്ല, അതാണ് പഞ്ചസാര അധികം ഇട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വെറുതെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയിട്ട് ഇവിടുത്തെ തോട്ടം മുഴുവൻ കണ്ടു. ഫ്രഷായിട്ട് പേരക്ക പറിച്ച് കഴിച്ചു. അതുപോലെ ഒരു ജാമു വാങ്ങി സ്ട്രോബെറിൻ്റെ. പിന്നെന്താ അവക്കാഡോ വാങ്ങിച്ചു. സോ അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു. വീണ്ടും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ പിന്നാലെ അടുത്ത വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. സോ അതുവരേക്കും ബൈ.